ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി മസ്കറ്റ് KMCCയുടെ വിവിധ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സീബ്, മബേല, അൽഖൂദ്, റുസൈൽ തുടങ്ങിയ ഏരിയകളിലെ KMCC കമ്മിറ്റികൾ സംയുക്തമായി പ്രൈം മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന ക്യാമ്പിൽ ചെക്കപ്പ്, കൺസൾട്ടേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ സേവനങ്ങൾ സൗജന്യമാണ്. വിദഗ്ധ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തുടർച്ചയായ സംരംഭങ്ങളിലൂടെ പ്രവാസി സമൂഹത്തിന് ആരോഗ്യ ജാഗ്രതയും രോഗപ്രതിരോധ ശേഷിയും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് KMCC ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. KMCC അംഗങ്ങൾക്ക് മെഡിക്കൽ പരിശോധനകളും ചികിത്സയും ഉൾപ്പെടുന്ന സ്പെഷ്യൽ പാക്കേജുകൾ വളരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുമെന്നും സംഘാടകർ അറിയിച്ചു. ജനങ്ങളിൽ ആരോഗ്യബോധം ഉയർത്താനും ആവശ്യമായ പരിശോധനകൾക്ക് സൗകര്യം ഒരുക്കാനും ഈ ക്യാമ്പ് വലിയ സഹായകമാകും. ആരോഗ്യ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണെന്ന് മസ്കറ്റ് KMCC ഏരിയ കമ്മിറ്റി ഭാരവാഹികളുടെ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒമാൻ എൻവയോൺമെന്റ് സർവീസസ് ഹോൾഡിംഗ് കമ്പനി പാഴ്വസ്തുക്കളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുമായി രംഗത്ത്. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്ന് കരുതുന്നു. ഇതിനാവശ്യമായ മാലിന്യങ്ങൾ കണ്ടെത്താനുള്ള പഠനങ്ങൾ ആവശ്യമാണ്. പരിസ്ഥിതിക്ക് അപകടകരമായി മോസ്കിറ്റോ മരങ്ങളടക്കം ഊർജ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാനുള്ള പഠനമാണ് നടക്കുന്നത്. ഹരിത മാലിന്യങ്ങൾ ഊർജ ഉൽപ്പാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനാവശ്യമായ ചർച്ചകൾ പരിസ്ഥിതി മന്ത്രാലയവുമായി നടത്തിവരുന്നുണ്ട്. ഈ പദ്ധതിക്ക് താൽപ്പര്യമുള്ള കമ്പനികളുടെ സഹകരണവും മന്ത്രാലയം തേടുന്നു. ഇതിനിടെ നിരവധി കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഹരിത മാലിന്യങ്ങളെ വാണിജ്യപരമായ ഉൽപ്പന്നങ്ങളായി മാറ്റാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. സർക്കാർ സ്ഥാപനമായ നഖീൽ ഒമാൻ കാർഷിക ഭക്ഷ്യരംഗത്തെ ഈ മേഖലയിലെ പ്രമുഖ സ്ഥാപനമാണ്. പച്ചക്കറി ഫാമുകളിലെ ഹരിത പാഴ്വസ്തുക്കളിൽ നിന്നും കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത്. പ്രാദേശിക സ്ഥാപനമായ NTAZ സൊല്യൂഷൻസ്, തർബാൻ സ്പെഷ്യലൈസ്ഡ് എന്നിവയും ഹരിത പാഴ്വസ്തുക്കളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളാണ്. ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന്റെ പ്രധാന ടെർമിനലിന് സമീപം യമനിലെ ഹൂതികളുടെ മിസൈൽ ആക്രമണം. ഞായറാഴ്ച രാവിലെയുണ്ടായ ആക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. മിസൈൽ പതിച്ച സ്ഥലത്ത് വലിയ ഗർത്തം രൂപപ്പെടുകയും റോഡിനും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. താൽക്കാലികമായി അടച്ചിട്ട വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പിന്നീട് പുനരാരംഭിച്ചു. മിസൈൽ കുതിച്ചെത്തിയപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈറൺ മുഴങ്ങി. മിസൈൽ തടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതായി സൈന്യം സ്ഥിരീകരിച്ചു. പരാജയത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഇസ്രായേൽ വ്യോമസേന വ്യക്തമാക്കി. ആക്രമണത്തെ തുടർന്ന് നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ റോഡുകളും അടച്ചിരുന്നു. ട്രെയിൻ സർവീസും നിർത്തിവെച്ചു. തങ്ങളെ ആക്രമിക്കുന്നവരെ 7 മടങ്ങ് ശക്തിയായി തിരിച്ചാക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഇസ്രായേൽ വിമാനത്താവളം വ്യോമഗതാഗതത്തിന് സുരക്ഷിതമായിരിക്കില്ലെന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യ സരി പറഞ്ഞു. ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തിന് തിരിച്ചടിയായി ഹൂതികൾ നടത്തുന്ന തിരിച്ചടിയിൽ ഏറ്റവും ശക്തമായതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മിസൈൽ ആക്രമണത്തെ തുടർന്ന് ടെൽ അവീവിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അബുദാബിയിലേക്ക് തിരിച്ചുവിട്ടു. ഡൽഹിയിൽ നിന്നുള്ള AI-139 വിമാനം ടെൽ അവീവിൽ ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ആക്രമണമുണ്ടായത്. ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് ചൊവ്വാഴ്ച വരെ നിർത്തിവെച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. മെയ് 6 മുതൽ ഖത്തറിൽ ശക്തമായ കാറ്റ് ആഞ്ഞടിക്കുമെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച മുതൽ ആഴ്ച അവസാനം വരെ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ഖത്തറിനെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാലയളവിൽ കടലാക്രമണ മുന്നറിയിപ്പുകളും പ്രാബല്യത്തിലുണ്ട്. കാറ്റുകൾ പൊടിപടലങ്ങൾ ഉയരാനും ചില പ്രദേശങ്ങളിൽ തിരശ്ചീന ദൃശ്യപരതയെ തടസ്സപ്പെടുത്താൻ ഇടയാക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഖത്തറിന്റെ കടൽ തീരം മേഘാവൃതമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു. വടക്ക് ഭാഗത്ത് ശക്തമായ കാറ്റും ഉയർന്ന തിരമാലയും ഉണ്ടാകും. ദൃശ്യപരത 0.5 മുതൽ 10 കിലോമീറ്റർ ആയിരിക്കും. UAEയിൽ ഈ വാരാന്ത്യത്തിൽ ഗതാഗത മാറ്റങ്ങൾ. റോഡുകൾ അടച്ചിടുന്നതും പാർക്കിംഗ് സ്ഥലങ്ങൾ കൂട്ടിച്ചേർത്തതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അബുദാബി, അജ്മാൻ, ദുബൈ, ഷാർജ എന്നിവിടങ്ങളിലാണ് പ്രധാന മാറ്റങ്ങൾ വന്നിരിക്കുന്നത്.
2025 മെയ് 3 ശനിയാഴ്ച മുതലാണ് ഈ മാറ്റങ്ങൾ നിലവിൽ വന്നത്. റോഡ് നവീകരണമാണ് പല സ്ഥലത്തും ഗതാഗത തടസ്സത്തിന് കാരണം. പുതിയ പാർക്കിംഗ് സ്ഥലങ്ങൾ വരുന്നതോടെ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും. എന്നാൽ ചില റോഡുകളിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബുദാബിയിലെ അൽ ഐനിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിൽ ഭാഗികമായി റോഡ് അടച്ചിടും. നഗരത്തിലെ റോഡ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്. ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും ഇത് സഹായകമാകും. മെയ് 3 ശനിയാഴ്ച മുതൽ മെയ് 5 തിങ്കളാഴ്ച വരെ റോഡ് അടച്ചിട്ടു. വാഹനമോടിക്കുന്നവർ ശ്രദ്ധിക്കണം. ട്രാഫിക് സിഗ്നലുകളും അനുസരിച്ചിരിക്കണം. റോഡിലുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. അജ്മാനിൽ 579 പുതിയ പെയ്ഡ് പാർക്കിംഗ് സ്ഥലങ്ങൾ വരുന്നു. അജ്മാൻ മുനിസിപ്പാലിറ്റിയാണ് ഇതറിയിച്ചത്. മെയ് 3 ശനിയാഴ്ച മുതൽ ഇത് നിലവിൽ വരും. അൽ സഹർ സ്ട്രീറ്റ്, ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി സ്ട്രീറ്റ്, താബിത്ത് ബിൻ ഖൈസ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് പുതിയ പാർക്കിംഗ് സ്ഥലങ്ങൾ. കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക, ഗതാഗതക്കുരുക്ക് കുറയ്ക്കുക എന്നിവയാണ് ലക്ഷ്യം. രക്ഷിതാക്കൾക്കൊപ്പമല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് അധിക നിരക്ക് ഈടാക്കുമെന്ന് എയർ ഇന്ത്യ. ഹാൻഡ്ലിംഗ് ചാർജ് എന്ന പേരിലാണ് തനിയെ യാത്ര ചെയ്യുന്ന 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിനോടൊപ്പം അധിക ചാർജ് ഈടാക്കുക. മുമ്പ് ടിക്കറ്റ് നിരക്ക് മാത്രം നൽകിയാൽ മതിയായിരുന്നു. GCC, തെക്കു കിഴക്കൻ ഏഷ്യ, സാർക്ക് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളിൽ 8,500 രൂപയാണ് കുട്ടികൾക്കുള്ള അധിക തുക. ബ്രിട്ടൻ, യൂറോപ്പ്, ഇസ്രായേൽ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് 10,000 രൂപ അധികം നൽകണം. US, കാനഡ എന്നീ രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് 13,000 രൂപയാണ് നൽകേണ്ടത്. കുട്ടികളുടെ സുരക്ഷയും യാത്രാസുഖവും ഉറപ്പുവരുത്താനാണ് ഈ തീരുമാനമെന്ന് എയർ ഇന്ത്യ വിശദീകരിച്ചു. ഇന്ത്യയിലെ യാത്രയ്ക്ക് കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിന് പുറമെ 5,000 രൂപ കൂടി നൽകണം. നേരത്തെ UAE സെക്ടർ യാത്രക്കാർക്ക് മാത്രമായിരുന്നു കുട്ടികൾക്ക് അധിക നിരക്ക് ഈടാക്കിയിരുന്നത്. എയർ ഇന്ത്യ തീരുമാനം രക്ഷിതാക്കൾക്ക് അധിക ബാധ്യതയാകും. ദേശീയ തലത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിൽ ഒമാനിൽ 350ഓളം വിദ്യാർത്ഥികൾ പരീക്ഷയെഴുതി. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച പരീക്ഷയ്ക്ക് 3 മണിക്കൂർ 20 മിനിറ്റായിരുന്നു സമയം. പരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ മികച്ച പ്രതികരണമാണുണ്ടായത്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും മിക്ക വിഷയങ്ങളും എളുപ്പമായിരുന്നു എങ്കിലും ചിലർക്ക് ചില വിഷയങ്ങൾ ചെറിയ പ്രയാസമായി. ഒമാനിൽ തന്നെ നീറ്റ് പരീക്ഷ എഴുതാൻ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. ഇതിൻ്റെ ആത്മവിശ്വാസത്തിലായിരുന്നു രക്ഷിതാക്കൾക്കൊപ്പം മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ പരീക്ഷാ കേന്ദ്രത്തിലെത്തിയത്. രാവിലെ 9:30 മുതൽ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. നീറ്റ് അധികൃതർ നിർദ്ദേശിച്ച മുഴുവൻ മാനദണ്ഡങ്ങളും പരിശോധിച്ചായിരുന്നു വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചത്. 12 മണിക്ക് മുമ്പായി തന്നെ വിദ്യാർത്ഥികൾ ഹാളിലെത്തി. ഇത്തവണ മസ്കറ്റിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കി. സലാല ഉൾപ്പെടെ ദൂരസ്ഥലങ്ങളിൽ നിന്നും വ്യാഴാഴ്ചയോടെ തന്നെ കുട്ടികൾ രക്ഷിതാക്കൾക്കൊപ്പം മസ്കറ്റിൽ എത്തിയിരുന്നു. ഹോട്ടലുകളിലും ബന്ധുവീടുകളിലുമായി തങ്ങി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു. മസ്കറ്റിലെ കോച്ചിംഗ് സെന്ററുകളിലും ഓൺലൈൻ വഴിയും അവസാനഘട്ട കോച്ചിംഗ് മികച്ച രൂപത്തിൽ ലഭ്യമാക്കിയിരുന്നു.